السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ ലുഖ്മാന്റെ 12 ആയത്തുകളാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. وإذ قال لقمان لابنه, അവിടെ ഓതുമ്പോൾ ലിബിനിഹി എന്നോതരുത്, ലിബിനിഹി അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ലദുൽമുൻ അവിടെ മണിക്കേണ്ടതില്ലാത്ത ഇൽഹാർ ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് ഇലയ്യൽ മസീർ. അൽ ഇൻസാന എന്നിടത്ത് ഇഖ്ഫാദ് ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. അതേപ്രകാരം തന്നെ അനിഷ്കുർ അവിടെ ചേർത്തി ഓതുമ്പോൾ അലിഫ് ഉച്ചരിക്കുകയില്ല. വഇൻ ജാഹദാക ഇഖ്ഫാദ് ചെയ്ത് മണിച്ചോതേണ്ട സ്ഥലമാണ്. وَإِن جَاهَدَاكَ عَلَىٰ أَن تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا فَصَاحِبْهُمَا فِي الدُّنْيَا مَعْرُوفًا وَاتَّبِعْ سَبِيلَ مَنْ أَنَابَ إِلَيَّ ثُمَّ إِلَيَّ مَرْجِعُكُمْ فَأُنَبِّئُكُم بِمَا ബി അവിടെ മണിക്കണം, കുന്തും എന്നിടത്തിലും മണിക്കേണ്ടതുണ്ട്. ഫഉനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. ഈ ആയത്തിൽ ഫതകുൻ ഫി അവിടെ ഇഖ്ഫാദ് ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. എന്നാൽ ഔ ഫി സുഹ്റത്തിൻ അവിടെ ഇൽഹാർ ചെയ്യേണ്ടുന്ന സ്ഥലമാണ്. ലത്തീഫുൻ അവിടെയും ഇൽഹാർ ചെയ്യണം, മണിക്കാൻ പാടില്ല. കഴിഞ്ഞ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത് ലുഖ്മാനുൽ ഹക്കീം എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിന് അള്ളാഹു വിജ്ഞാനം നൽകി, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്നതൊക്കെയാണ്. അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ, തത്വോപദേശങ്ങളിൽ വളരെ പ്രചാരം സിദ്ധിച്ച വളരെ വലിയ വാക്കുകൾ അഥവാ മഹത് വചനങ്ങളായി എഴുതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ലുഖ്മാനുൽ ഹക്കീമിൻ്റെ പേരിലുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളായിട്ട് ചരിത്രത്തിലും ഒക്കെ കാണാം. അസ്സുംതു ഹിക്മ വഖലീലുൻ ഫാഇലുഹു എന്ന് പറഞ്ഞാൽ മൗനം ഒരു വിജ്ഞാനമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറവാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളത് വലിയ വിജ്ഞാനമാണ്. പലർക്കും മിണ്ടാതിരിക്കാൻ കഴിയില്ല. മിണ്ടാതിരുന്നാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, പക്ഷേ വാക്കുകൾ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. പിന്നെ അപ്പോൾ തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. ഇത് ഖാല ലുഖ്മാൻ പറഞ്ഞ സന്ദർഭം ലിബ്നിഹി തൻ്റെ മകനോട്, വഹുവ യഇളുഹു
ഏതവസ്ഥയിൽ അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഇവിടെ ഈ പരാമർശം യാ ബുനയ്യ എന്ന വാക്ക് പല സൈക്കോളജി ആളുകളും ഇതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. കാരണം നമ്മളെ മക്കളെ എങ്ങനെയാണ് പേര് വിളിക്കാറുള്ളത്? അവരെ സ്നേഹത്തോടെയുള്ള വിളിയാണ് അവർക്കിഷ്ടം. അപ്പോൾ യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞിമോനെ എന്ന് നമ്മൾ പറയുന്ന വാക്കാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിളിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ അവരെ ശപിച്ചും അവരെ ചീത്ത വിളിച്ചും ഉപദേശിക്കുന്ന ആളുകളുണ്ട്. മരക്കഴുതേ, പോത്തെ, എരുമേ, പൊട്ട എന്നൊക്കെ വിളിച്ച് നമ്മളെ മക്കളെ ഉപദേശിക്കുമ്പോൾ ഖുർആൻ അത് തിരുത്തുകയാണ്. അങ്ങനെയല്ല, മക്കളെ ഉപദേശിക്കുമ്പോൾ ഏറ്റവും നല്ല പേര്, സ്നേഹത്തോടെയുള്ള പേര്, യാ ബുനയ്യ കുഞ്ഞിമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവോടൊന്നിനെയും നീ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക്ക, തീർച്ചയായിട്ടും ഈ പങ്കുചേർക്കൽ, ഷിർക്ക് എന്ന് പറയുന്നത് ലഉൽമുൻ അദീം, വമ്പിച്ച അക്രമമാണ്. ക്രമം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ അക്രമം എന്ന് പറഞ്ഞെന്താ? ക്രമമില്ലായ്മ. ഈ പ്രപഞ്ചത്തിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ പടച്ചവനെ പടപ്പുകൾ ആരാധിക്കുക. ആരാണോ പടച്ചവൻ? അള്ളാഹുവാണ് പടച്ചവൻ, വേറെ ആരുമല്ല പടച്ചവൻ. മടവൂരാണോ പടച്ചവൻ എന്നൊക്കെ പാട്ട് വിവാദമായൊരു കാലാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അല്ലാത്ത ആരുമല്ല പടച്ചവൻ. എങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, അവനോട് മാത്രം പ്രാർത്ഥിക്കലാണ്, അവന് മാത്രം നേർച്ച നേരലാണ് യഥാർത്ഥ ക്രമം. അത് തെറ്റിയാൽ അക്രമമാവും. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് വലിയ അക്രമമാണ് മകനെ. മക്കളെ ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്, ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ചാണ്. അതാണിവിടെ കൃത്യമായി അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മക്കളെ ദീൻ പഠിപ്പിക്കുക എന്നത് പ്രധാനമായ ഒരു ബാധ്യതയാണ്. നമ്മൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന കാലത്ത് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നീട് അവരേത് വഴിയിൽ പോയാലും ഒരുപക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു എന്നൊരു സമാധാനം, അതോടൊപ്പം അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് മറുപടി പറയുവാനുള്ള ന്യായവും നമുക്കുണ്ടായിരിക്കണം. വവസ്വൈനൽ ഇൻസാന വവസ്വൈന, നാം വസിയത്ത് ചെയ്യുന്നു, അള്ളാഹു വസിയത്ത് നൽകുന്നു, ഉപദേശം നൽകുന്നു. അൽ ഇൻസാന, മനുഷ്യനോട്, ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഹമലത്തുഹു, ആ മനുഷ്യനെ ഗർഭം ചുമന്നു, ഉമ്മുഹു, അവന്റെ ഉമ്മ, വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിന്റെ മേൽ ക്ഷീണത്തോടെ, വഫിസാലുഹു, ആ കുഞ്ഞിനെ മുലകുടി ബന്ധം ഏർപ്പെടുത്തുന്നത് ഫി ആമൈനി, 2 വർഷത്തിലാണ്. അനിഷ്കുറില്ലാ, അള്ളാഹുവിന്റെ ഉപദേശം, അനിഷ്കുർ ലീ വലിവാലിദൈക്, എന്നോടും നിന്റെ മാതാപിതാക്കളോടും ഏറ്റവും നന്നായി വർത്തിക്കുവാൻ, അല്ലെങ്കിൽ ശുക്ർ ചെയ്യുവാൻ ആണ് അള്ളാഹുവിന്റെ ഉപദേശം. കാരണം ഇലയ്യൽ മസീർ, എന്റെ അടുക്കലേക്കാണ് നിങ്ങൾ തിരിച്ചു വരേണ്ടത്. ഖുർആനിലെ പല ആയത്തുകളിലും ശിർക്കിനെയും മാതാപിതാക്കളോട് നന്ദിപൂർവ്വം വർത്തിക്കുന്നതിനെയും ചേർത്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുൽ അഹ്ഖാഫ്, ഇവയിലൊക്കെ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം, ഏകദൈവ വിശ്വാസം വെച്ച് പുലർത്തണം എന്ന് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്ന് കൽപ്പിച്ചതായിട്ട് കാണാം. ഈ ഒരു ആയത്തിൽ ഫിസാലുഹു ഫി ആമൈൻ, 2 വർഷമാണ് മുലയൂട്ടേണ്ടത് എന്ന് കാണാം. ഇതേ ആശയം സൂറത്തു അൽ ബഖറയുടെ 233 ആയത്തിൽ നമുക്ക് കാണാം. മാതാക്കൾ വൽ വാലിദാത്തു യുർദിന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, മാതാക്കൾ തങ്ങളുടെ സന്താനങ്ങൾക്ക് പൂർണ്ണമായി 2 കൊല്ലം മുല കൊടുക്കണമെന്ന്. ഇവൻ അറാദ അൻ യുതിമ്മ റളാഅ,
അങ്ങനെ കുട്ടിയുടെ മുലകുടി പൂർണ്ണമാകണം ഉദ്ദേശിക്കുന്നവർക്ക് ആണ് ഈ ഒരു നിർദ്ദേശമുള്ളത് എന്ന്. അപ്പോൾ പൂർണ്ണമായി 2 വർഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അതാണ് പൂർണ്ണത. ഇതിൽ കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് കുറ്റമുണ്ടോ തെറ്റാണോ, ഇത് പലർക്കൊരു സംശയമുണ്ട്. ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് ആപേക്ഷികമായിട്ടാണ് അതിൻ്റെ വിധി വരിക. നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ കുട്ടികളുടെ അവകാശമാണല്ലോ മുലപ്പാല്, ആ മുലപ്പാലിനെ നിഷേധിക്കുന്നത് സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കാൻ എന്ന പേരിലൊക്കെയാണ് എങ്കിൽ അത് ഹറാമായിട്ട് തന്നെ വരിക. കാരണം ഒരാളുടെ അവകാശ നിഷേധം അർഹതയില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ലാത്ത കാരണം കൊണ്ട് ചെയ്യുക, അതേ അവസരത്തിൽ രോഗം കൊണ്ട്, പുതിയ കുട്ടി ജനിച്ചത് കൊണ്ട്, അങ്ങനെ ഗർഭധാരണം കൊണ്ട്, അതുകൊണ്ടൊക്കെ കുട്ടികളുടെ കുടിബന്ധം പെട്ടെന്ന് വേർപെടുത്തുന്ന ആളുകളുണ്ട്. അതൊന്നും കുറ്റകരമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പൂർണ്ണമായി മുലയൂട്ടുക എന്ന് പറഞ്ഞാൽ 2 വർഷമാണ് എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ ഹുക്മ് പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, മാതാവിൻ്റെ പ്രയാസം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടാളോടും മാതാവിൻ്റെ പ്രയാസം എടുത്തു പറഞ്ഞു. വളരെ പ്രയാസത്തോടെ ക്ഷീണത്തിനുമേൽ ക്ഷീണമായിട്ടാണ് ഗർഭം ധരിച്ചത്. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ് ഗർഭം ചുമന്നത്. നമുക്കറിയാം, ഗർഭധാരണത്തിൽ സ്ത്രീകൾക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതിൻ്റെ പ്രയാസങ്ങൾ. അപ്പോൾ മാതാപിതാക്കളോട് നന്ദി കാണിക്കുക എന്നത് ഖുർആൻ കൃത്യമായി തൗഹീദ് പറഞ്ഞതിന് ശേഷം നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, വഇൻ ജാഹദാക, അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിച്ചാൽ, ജാഹദ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുക, നിർബന്ധിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിന്? അലാ അൻ തുശ്രിക ബി, എന്നോട് പങ്കുചേർക്കുന്ന കാര്യത്തിൽ നിന്നെ അവർ നിർബന്ധിച്ചാൽ, മാ ലൈസ ലക ബിഹി ഇൽമു, നിനക്കതിൽ വലിയ അറിവൊന്നുമില്ല എങ്കിൽ, ഫലാ തുതിഉഹുമാ, നീ അതനുസരിച്ചു പോകരുത്. അഥവാ ശിർക്കിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ നീ അനുസരിക്കണ്ട. മാതാപിതാക്കൾ അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച നേരാനോ പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ശിർക്ക് ചെയ്യുവാനോ നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കേണ്ടതില്ല. എന്നാൽ വസ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫാ, ഭൗതിക ലോകത്തവരോട് ഏറ്റവും നന്നായി നീ സഹവസിക്കണം. അവർ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരായിരുന്നാലും മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കാനാണ് ഖുർആന്റെ കൽപ്പന. ഇത് കഴിഞ്ഞ ദിവസം ചില ആളുകൾ മായിട്ടുള്ള ബന്ധത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെടുത്തി ഒന്നിരുന്ന് സംസാരിക്കേണ്ടി വന്നു. ഏറ്റവും നല്ല രൂപത്തിൽ മാതാപിതാക്കളോട് വർത്തിക്കാൻ, അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ആണ് ഇസ്ലാമിൻ്റെ കൽപ്പന എന്നത് ഖുർആനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റി. കാരണം ഇവരെങ്ങാനും മുസ്ലിമായാൽ പിന്നെ നമ്മളെ തിരിഞ്ഞോക്കൂലല്ലോ എന്ന ബേജാറ് അമ്മമാർക്കുണ്ടാകരുത്. കാരണം സത്യമാർഗമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്കാണ് ഇസ്ലാം ഒരാൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ശിർക്കിനെ നിർബന്ധിച്ചാൽ ചെയ്യേണ്ടതില്ല, എന്നാൽ ഏറ്റവും നന്നായി അവരോട് വർത്തിക്കണം. വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ, എൻ്റെ അടുക്കലേക്ക് ഖേദിച്ചു മടങ്ങിയവരുടെ മാർഗം നീ പിൻപറ്റുകയും ചെയ്യുക. സുമ്മ ഇലയ്യ മർജിഉക്കും, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, പിന്നീട് നിങ്ങൾ എന്ത് പ്രവർത്തിച്ചുവെന്ന് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരെന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളാണ്, നന്മയുള്ളവരാണ്. ആ സ്വാലിഹീങ്ങളുടെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിലേക്കാണ് മടക്കമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ലുക്മാനിന്റെ ഉപദേശമാണ്. യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇന്നഹാ, തീർച്ചയായിട്ടും മിൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, തീർച്ചയായിട്ടും ഇൻ തക്ക് ഉണ്ടെങ്കിൽ മിസ്കാല ഹബ്ബത്തിൻ, മിസ്കാല് തൂക്കമാണ്, ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്, മിൻ ഖർദൽ ഒരു കടുകുമണി ധാന്യത്തിന്റെ തൂക്കം ഉള്ള അങ്ങനെ ഒന്നുണ്ടായാൽ, ഫതക്കുൻ ഫി സഹ്റ, എന്നിട്ടതൊരു പാറക്കല്ലിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ
അത്രയും ചെറിയ സാധനം മറഞ്ഞു നിൽക്കുകയാണ്. ഔഫിസ് സമാവാതി ഔഫിൽ അർള്, അത് ആകാശങ്ങളിലോ ഭൂമിയിലോ ആകട്ടെ, അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലത്തീഫൻ ഖബീർ, തീർച്ചയായിട്ടും അള്ളാഹു ലത്തീഫാണ്, സൂക്ഷ്മമായി. ലത്തീഫ് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ കാര്യങ്ങൾ അറിയുന്നവൻ, ഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നാണ്. എല്ലാം അറിയുന്നവനാണ്. ലത്തീഫിന് ഏറ്റവും സൗമ്യനാണ് എന്നും അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ പടച്ചോനെ സംബന്ധിച്ച് മറച്ചു വെക്കാൻ നമുക്കൊന്നും കഴിയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒന്നും ഒരു മറവ്, എന്തെങ്കിലും മറച്ചു വെക്കുക, ഒളിച്ചു വെക്കുക എന്നുള്ളത് സാധ്യമല്ല. ലോകത്തെവിടെയാണെങ്കിലും, ആകാശങ്ങളിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ആകാശത്തിൻ്റെ ഏത് കോണിലോ ആയാലും, അള്ളാഹുവിൻ്റെ സാക്ഷിത്വത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉപദേശമാണ്. എന്ന് പറഞ്ഞാൽ, മോനെ CCTV ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണേ എന്ന് നമ്മൾ കുട്ടികളോട് ഇന്ന് പറയുന്നതിനേക്കാൾ മനോഹരമായി ലുക്മാൻ തൻ്റെ കുഞ്ഞുമോനെ, നീ ഏത് ലോകത്തായാലും നീ എവിടെയായാലും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ. എന്നിട്ട് പറയാൻ, യാ ബുനയ്യ, കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകർ, തിന്മയെ വിരോധിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് വന്നെത്തിയ ഏത് വിപത്തുകളിൽ നിന്ന് നീ ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ ഖണ്ഡിതമായ കാര്യങ്ങളിൽ പെട്ടതാകുന്നു. എൻ്റെ മകനെ ഉപദേശിക്കാൻ, മോനെ നിസ്കരിക്കണേ, നല്ലത് ആളുകളോട് പറഞ്ഞു കൊടുക്കണേ, തിന്മ വിരോധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർ ബിയദിഹി, തൻ്റെ കൈകൊണ്ടത് മാറ്റി തീർക്കുവാനോ അതിനെ തടയുവാനോ കഴിയുമെങ്കിൽ അവനത് ചെയ്യട്ടെ. അല്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് അവൻ പറഞ്ഞു തിരുത്തട്ടെ. അതുമല്ലെങ്കിൽ അവൻ്റെ മനസ്സുകൊണ്ട് വെറുപ്പെങ്കിലും അതിനോട് കാണിക്കട്ടെ. അതിനുശേഷം ഇതൊന്നും ചെയ്യാത്ത ഒരാളുടെ മനസ്സിൽ ഈമാനിൻ്റെ കണികയില്ല. അപ്പൊ തിന്മ വിരോധിക്കുക, അതിനെതിരെ പറയാന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. അതിനെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം, അത് നമ്മുടെ ബാധ്യതയാണെന്നാണ്. എന്ത് വിപത്ത് വന്നാലും ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ വിപത്തുകളിൽ ക്ഷമിക്കേണ്ടി വരും. അതൊക്കെയാണ് മോനെ വലിയ വലിയ കാര്യങ്ങൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ജീവിതത്തിൽ അനിവാര്യമായിരിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയാൻ. അള്ളാഹുവിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന നിസ്കാരവും നന്മ കൽപ്പിക്കുന്ന കാര്യവും ഏത് വിപത്തിലും ക്ഷമിക്കുവാനുള്ള കാര്യമൊക്കെയാണ് ഇവിടെ എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, ലുക്മാന്റെ ഉപദേശങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉപദേശമാണ്. ജീവിതത്തിൽ വിജയിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, ഇഹലോകവും പരലോകവും സംതൃപ്തകരമായൊരു ജീവിതം നയിക്കുവാനൊക്കെ ഈ ഉപദേശങ്ങൾ അനിവാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. നമ്മുടെ മാതാപിതാക്കള്, അതേപ്രകാരം തന്നെ നമ്മുടെ ബന്ധങ്ങള്, അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങള്, ഏതു നേരവും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന ബോധം, അതോടൊപ്പം എല്ലാ കാര്യങ്ങളിലുമുള്ള നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനുമുള്ള നമ്മുടെ തൻ്റെ ഇടം, ഇതൊക്കെയാണ് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ.